ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ഹൊറർ ഫാന്റസി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സിന്നേഴ്സ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ തമ്പനയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മൂവി എങ്ങനെയുള്ള ഒരു മൂവിയാണെന്ന്. അതുകൊണ്ട് ഈ ഒരു മൂവിയുടെ വൺ ലൈൻ ഞാൻ എന്തായാലും പറയുന്നില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ്, നേരെ സ്റ്റോറിയിലേക്ക് പോകാം. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. മൂവി കണ്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു കഥ നടക്കുന്നത് 1932 മിസിസിപ്പിയിലാണ്. അങ്ങനെ കാണിക്കുമ്പോൾ അതിരാവിലെ തന്നെ ഒരു ചുവന്ന കാറ് ആ ഒരു ഗ്രാമത്തിലെ റോഡിലൂടെ ഒരു ചർച്ചിന് മുന്നിലേക്ക് കൊണ്ട് നിർത്തുന്നു. ആ ഒരു വണ്ടിയിൽ നിന്ന് ഒരു പയ്യൻ, അവന്റെ കയ്യിലാണെങ്കിൽ ഒരു പൊട്ടിയ ഗിത്താറുണ്ട്, അതും എടുത്ത് ആ ഒരു ചർച്ചിനുള്ളിലേക്ക് നടന്നു കയറുമ്പോൾ അവിടെ എന്തോ ഒരു പ്രാർത്ഥന നടക്കാണ്. അപ്പൊ ആ ഒരു ചർച്ചിലെ ഫാദർ, ഹേയ് സാമി, നിനക്ക് എന്താ സംഭവിച്ചേ എന്നും പറഞ്ഞിട്ട് ആ ഒരു പയ്യനെ അടുത്തേക്ക് നിർത്തി അവനിങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ സാമി എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ, ഇതിനു മുന്നേ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് അവനിങ്ങനെ ആലോചിച്ച് നോക്കുന്നു. അവിടെയാണ് ഇതിനു മുന്നേ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ഫ്ലാഷ് ബാക്ക് നമുക്കിപ്പോ കാണിച്ചു തരുന്നത്. ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ സാം ഇപ്പൊ ഒരു കോട്ടൺ പ്ലാന്റിന്റെ നടുവിൽ നിൽക്കാണ്. അത് വലിയൊരു കൃഷിയോടാണ്. അവിടെയാണ് സാം ജോലി ചെയ്യുന്നത്. അപ്പൊ രാവിലെ തന്നെ ഒരുപാട് പഞ്ഞികളെല്ലാം പറിച്ച് ആ ഒരു ജോലി കഴിഞ്ഞ് അവൻ നേരെ അവന്റെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ വെളിയിൽ നിൽക്കുന്ന തന്റെ അമ്മയോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് നേരെ ആ ഒരു വീടിനകത്തേക്ക് കയറി പോകുമ്പോൾ സാമിന് ഒരുപാട് സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാവരും എഴുന്നേൽക്കാണ്. അപ്പൊ ഇത്രയും സഹോദരങ്ങളെ നോക്കേണ്ടത് നമ്മുടെ സാമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇരട്ട സഹോദരങ്ങളായിട്ടുള്ള സ്മോക്കിനെയും സ്റ്റാക്കിനെയും കാണിക്കാണ്. ഇവരാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോസ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു വലിയ ബിൽഡിങ്ങിന് പുറത്തായിട്ട് ഒരുപാട് നേരം മാറി ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് വണ്ടിയിൽ ഒരാളിങ്ങനെ വന്നിറങ്ങാണ്. ഹേയ്, നിങ്ങൾ ഇരട്ടകളാണോ എന്ന് ചോദിച്ച് ഇവരെയും കൂട്ടി നേരെ ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് പോകുമ്പോൾ ഈ ഒരു സ്ഥലം ഇയാളുടേതാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റാക്കും അതേപോലെ തന്നെ സ്മോക്കും ഇവർ രണ്ടുപേരും ഈ ഒരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുമല്ലാതെ ഈ രണ്ട് സഹോദരങ്ങളും അങ്ങനെ അകത്തേക്ക് വന്ന് ഈ ഒരു ബിൽഡിങ്ങിനെ പറ്റിയെല്ലാം ചോദിക്കുമ്പോൾ അയാൾ ഇവരെ കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കും. വേറെ ഒന്നുമല്ല, ഇവർ രണ്ടുപേരും കറുത്ത വർഗ്ഗക്കാരായതുകൊണ്ട് തന്നെ പണമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ, ഹേയ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഞങ്ങൾ കുട്ടികളല്ല, ഞങ്ങൾ രണ്ടുപേരും മുതിർന്നവരാണ്, അതേപോലെ തന്നെ പണവും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിലുള്ള ആ ഒരു തോക്കെടുക്കുന്നു. നമ്മുടെ സ്മോക്ക് അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുക്കുമ്പോൾ സ്റ്റാക്കിന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും ആ ഒരാളും അയാളുടെ കയ്യിലുള്ള തോക്കിനെ എടുക്കുന്ന സമയത്ത് ഇവര് രണ്ടുപേരും അയാൾക്ക് പണം ഇങ്ങനെ വെച്ച് നീട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ ഹേയ്, ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് പറയുന്നതും സ്മോക്ക് പറയും, അതെ ശരിയാണ്, ഈ ഒരു സ്ഥലം ഞങ്ങളുടേതാക്കി കഴിഞ്ഞാല് പിന്നെ നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് കാല് വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരെയും ഞങ്ങൾ കൊല്ലും. അങ്ങനെ ആ ഒരു പണവും വാങ്ങിയിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നതും ഇവര് രണ്ടുപേരും ആ ഒരു സ്ഥലം വാങ്ങിയ ആ ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ രണ്ടുപേരും അവിടെ നിന്ന് നിൽക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ സാമിനെ കാണിക്കുമ്പോൾ സാം ഇപ്പോൾ വീണ്ടും ആ ഒരു ചർച്ചിലേക്ക് ആ ഒരു ഫാദറിനെ കാണാനായിട്ട് വന്ന് അയാളോട് കുറച്ചു നേരം സംസാരിച്ച് തിരിച്ചു പോകുമ്പോഴത്തേക്കാണ് സാം നല്ലൊരു പാട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫാദർ സാമിനെ അവിടെ വിളിച്ചിരുത്തിയിട്ട് സാമിനോട് പറയുന്നുണ്ട്, ഹേയ് സാം, നീ ഇപ്പോൾ കളിക്കുന്നത് പിശാചിനോടാണ്, ഒരു ദിവസം ആ ഒരു പിശാചി നിന്നെ ഫോളോ ചെയ്തു വരും എന്ന് പറയുന്ന ആ ഒരു സമയത്ത് തന്നെ വെളിയിൽ നമ്മുടെ സ്റ്റാക്കും സ്മോക്കും സാമിനെ വിളിക്കാനായിട്ട് വന്നു. വേറൊന്നല്ല, ഇവരെല്ലാവരും റിലേറ്റീവ്സ് ആണ്. അങ്ങനെ സാം ഇവരോടൊപ്പം ആ ഒരു വണ്ടിയിൽ കയറി ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സ്മോക്ക് ഉണ്ടല്ലോ, അതേപോലെ സ്റ്റാക്കാണ് ആ ഒരു ചുവന്ന തൊപ്പി ധരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സാമിനെയും കൊണ്ട് ഇവര് രണ്ടുപേരും ആ ഒരു വണ്ടി ഓടിച്ച് കുറെ ദൂരം വന്ന് ഒരു കാടിനടുത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട് സാമിനെയും കൂട്ടി അതിനകത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് അതിനകത്ത് വേറൊരു വലിയ വണ്ടി കിടക്കുന്നു. അതിലെന്തോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം മൂടിയിട്ടേക്കാണ്. അങ്ങനെ രണ്ടുപേരും അവിടേക്ക് വന്നിട്ട് ആ ഒരു മൂടിയിനെടുത്ത് മാറ്റുന്നത് ദേ ഇതുപോലെ. സത്യം പറയാലോ, ഞാനങ്ങ് പേടിച്ചു പോയി. അപ്പോൾ നമ്മുടെ സ്റ്റാക്ക് അവന്റെ കയ്യിലുള്ള ആ ഒരു കത്തിയെടുത്ത് സ്മോക്കിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുമ്പോൾ സ്മോക്ക് അത് പിടിച്ച് ഈ ഒരു പാമ്പിന്റെ തലയിലേക്ക് കുത്തി അതിനെ അങ്ങ് കൊല്ലാണ്. എന്നിട്ട് താഴേക്ക് ഇടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട് സാമോടങ്ങനെ നിൽക്കും. എന്നിട്ടാണ് സ്മോക്ക് പറയുന്നത്, ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന് രാത്രി തന്നെ അത് വലിയൊരു ഗ്രാൻഡ് ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് മാറ്റണം. അതിന് ഇന്ന് സമയം വേണോ അതോ അടുത്ത ദിവസത്തേക്ക് മാറ്റിയാൽ മതി എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാക്ക് പറയും, സ്മോക്ക്, നീ ആകാശത്തേക്ക് നോക്ക്, കണ്ടില്ലേ നല്ലൊരു അന്തരീക്ഷമാണ്, അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ നമുക്ക് അത് വലിയ രീതിയിൽ ഓപ്പൺ ചെയ്യാം എന്ന് പറയുമ്പോൾ സ്മോക്ക് പറയും, ശരി, അങ്ങനെയാണെങ്കിൽ നീ സാമിനെയും കൂട്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യ്, ഞാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പോൾ സ്റ്റാക്ക് സാമിനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. നമ്മുടെ സ്മോക്ക് ആണെങ്കിൽ ആ ഒരു വണ്ടിയും കൊണ്ട് നേരെ ടൗണിലേക്കും പോകുന്നു. അങ്ങനെ പട്ടണത്തിലേക്ക് ആ ഒരു വണ്ടിയും കൊണ്ട് എത്തിയ നമ്മുടെ സ്മോക്ക് ഉണ്ടല്ലോ, അവൻ ആ ഒരു വണ്ടി അവിടേക്ക് കൊണ്ട് നിർത്തി. നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അപ്പോഴാണ് അടുത്തായിട്ട് ഒരു ചെറിയ പെൺകുട്ടിയെ ഇരിക്കുന്നത്. അവളെ അടുത്തേക്ക് ഇങ്ങനെ വിളിക്കും. അവൾ വന്ന് എന്താ കാര്യം ചോദിക്കുമ്പോൾ, ദേ ഞാൻ ആ ഒരു ഷോപ്പിനകത്തേക്ക് കയറി പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഈ ഒരു വണ്ടിക്കകത്ത് നീ ഇരിക്കണം, ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹോൺ അടിച്ചാൽ മതി, ഞാൻ അപ്പോൾ തന്നെ വെളിയിലേക്ക് വരാം, അതുമല്ല ഓരോ മിനിറ്റ് ഇരിക്കുന്നതിനും നിനക്ക് 10 സെന്റ് വെച്ച് ഞാൻ തരും എന്നും പറഞ്ഞ ആ ഒരു പെൺകുട്ടിക്ക് കാശിന്റെ കണക്ക് ഇങ്ങനെ പറയുമ്പോൾ അവൾക്കായാലും നല്ല സന്തോഷം. ശരി സാർ, ഞാൻ അതുപോലെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു വണ്ടിക്കകത്ത് കയറി ഇരിക്കുകയാണ്.
അങ്ങനെ സ്മോക്ക് അടുത്തതായിട്ട് നേരെ പോകുന്നത് അടുത്തുള്ളൊരു ചൈനീസ് പലചരക്ക് കടയിലേക്കാണ്. അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അവിടെ ഉണ്ട്. മോളെ, നിന്റെ അച്ഛൻ ഇവിടെ ഇല്ലേ? അപ്പൊ ആ ഒരു പെൺകുട്ടി അവളുടെ അച്ഛനെ വിളിക്കുമ്പോൾ ബോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്മോക്കിനെ കാണുമ്പോൾ തന്നെ അവൻ വന്നിങ്ങനെ കെട്ടിപ്പിടിക്കാണ്. രണ്ടുപേരും സുഹൃത്തുക്കളാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ സ്മോക്ക് പറയും, ബോ, ഇന്ന് രാത്രി 100 പേർക്ക് കഴിക്കാനായിട്ട് ഫിഷ് വേണം, അതേപോലെ തന്നെ പലചരക്ക് സാധനങ്ങളെല്ലാം വേണം, അത് നീയാണ് റെഡിയാക്കേണ്ടത് എന്നല്ല ഇങ്ങനെ പറയുന്ന സമയത്ത് വെളിയിൽ ആ ഒരു ചെറിയ പെൺകുട്ടി ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഹോൺ അടിക്കുന്നു. ഇത് കേട്ട സ്മോക്ക് പറയും, ദേ വരുന്നു എന്ന് പറഞ്ഞ് അവൻ അവന്റെ തൂക്ക് കൊടുത്ത് പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ആ ഒരു പെൺകുട്ടി പറയും, സാർ, ദേ രണ്ടുപേര് പുറകിലോ ഒന്ന് മോഷ്ടിക്കുന്നു എന്ന് പറയുന്നത്. സ്മോക്ക് പതിയെ പുറകിലേക്ക് ചെന്നിട്ട് അവിടെ മോഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ടുപേരുണ്ട്. അതിലൊരുത്തിന്റെ ചന്തിയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അവൻ വേദനയോട് ഇങ്ങനെ കരയുമ്പോഴത്തേക്കും മറ്റവൻ പേടിച്ച് കുറച്ച് ദൂരെയായിട്ട് പോയി ഇങ്ങനെ മാറി നിൽക്കും. അപ്പൊ സ്മോക്ക് പറയും, നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരുന്നേ? ഇല്ല, ഇത് നിങ്ങളുടെ വണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആ മോഷ്ടിച്ച അവനുണ്ടല്ലോ സ്മോക്കിനെ കാണുമ്പോൾ തന്നെ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്മോക്ക് കുറച്ചു കാലം പട്ടാളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവ ഒരു പട്ടാളക്കാരനാണ്. അപ്പൊ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ഇല്ല സാർ, ഞാൻ അയാളോട് പറഞ്ഞതാണ് നിങ്ങളുടെ വണ്ടിയാണെന്നല്ല, എന്നിട്ട് അയാളെ കേട്ടില്ല എന്ന് പറയുമ്പോൾ സ്മോക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ അവന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പറയും, ഇവനെ എടുത്തിട്ട് പോ എന്നും പറഞ്ഞിട്ട് സ്മോക്ക് നേരെ തിരിച്ച് നടന്നങ്ങ് പോവാണ്. ഇപ്പൊ തന്നെ നമ്മുടെ സ്മോക്കിന്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് അകത്തേക്ക് വന്ന് ബോയുടെ കയ്യിൽ കുറച്ച് പണം കൊടുത്തിട്ടാണ് പറയുന്നത്, ഹേയ്, ഇവിടുത്തെ ഡോക്ടർ ഇവിടെയല്ലേ? അതേയുണ്ട്, ശരി, അവന്മാരുടെ ചികിത്സാ ചെലവൊന്ന് നോക്കിയേക്കണം എന്നും പറഞ്ഞ് കുറച്ച് പണം ബോയുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ബോയോട് ചോദിക്കും, അല്ല നിന്റെ വൈഫ് എവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബോ പറയും, മോളെ, അമ്മയെങ്ങ് വിളിക്കാൻ പറയുമ്പോൾ ഈ ഒരു പെൺകുട്ടി ഈ ഒരു ഷോപ്പിൽ നിന്നും ആ ഒരു ടൗണിലെ തന്നെ ആ ഒരു റോഡിന്റെ മറുവശത്ത് മറ്റൊരു ഷോപ്പുണ്ട്, അതിനകത്തേക്ക് കയറി ചെല്ലാണ്. എന്നിട്ട് അവളുടെ അമ്മയോട് പറയും, അച്ഛൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അവരായാലും അവിടുന്ന് നേരെ ഇവിടേക്ക് വരുന്നു. നമ്മുടെ സ്മോക്കിനെ കാണുമ്പോൾ തന്നെ അവർക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ അവരുടെ പേര് ഗ്രേസ് എന്നാണ്. അങ്ങനെ അവളോടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും അവിടുത്തെ വിതരണക്കാരായിട്ട് നിയമിക്കുകയാണ്. സോറി, ഇപ്പോഴും നമ്മുടെ സ്റ്റാക്കും സ്മോക്കും എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞില്ലല്ലോ. ഇവര് രണ്ടുപേരും ഒരു ജൂക്ക് ജോയിന്റ് ആണ് ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ജൂക്ക് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാത്രി സമയങ്ങളിൽ ഈ പാർട്ടിയെല്ലാം നടത്തുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഒരു കാലഘട്ടത്തിൽ ഈ വെള്ളക്കാർക്കും അതേപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാർക്കും പ്രത്യേകം ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട്. അതിനകത്തായിരിക്കും രാത്രിയിൽ ഈ പാർട്ടി, ഡാൻസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഈ ഒരു വർഗീയത കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് തരക്കാർക്കും പ്രത്യേകം അത് വേണമായിരുന്നു. അങ്ങനെ അതേസമയം നമ്മുടെ സ്റ്റാക്ക് സാമിനെയും കൊണ്ട് ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ സാം വണ്ടിയിൽ വെച്ചിട്ടൊരു പാട്ട് പാടുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ സ്റ്റാക്കിന് അത്ഭുതമായി പോയി, കാരണം ഇവർ ഇത്രയും നല്ലതുപോലെ പാട്ട് പാടും എന്നവൻ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സാമിനെ ഇവർ കൊണ്ടുപോകാൻ കാരണം അവിടെ സാമിനെ കൊണ്ട് ഇവർക്ക് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും നേരെ പോകുന്നത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്കാണ്. അവിടേക്ക് ചെന്ന് നമ്മുടെ സ്റ്റാക്ക്, ഹേയ്, നമുക്ക് എന്തായാലും അയാളെ പിടിക്കാന്ന് പറഞ്ഞ് അയാളുടെ പേരിങ്ങനെ പറയുമ്പോഴത്തേക്ക് സാം പറയും, എന്ത്, സ്ലിമ്മിനെയും എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു സ്റ്റേഷന്റെ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരാളിരുന്നിട്ട് ഈ മൗത്ത് ഓർഗൺ ഉണ്ടല്ലോ അതിങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പൊ അയാളുടെ പേരാണ് സ്ലിം. സത്യത്തിൽ ഇയാൾ നല്ലതുപോലെ പിയാനോ വായിക്കും. ഇയാളെ നമ്മുടെ സ്റ്റാക്കിന് സ്മോക്കിന് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ജോക്ക് ജോയിന്റിലേക്ക് ആ ഒരു പിയാനോ വായിക്കുന്ന ആളായിട്ടാണ് ഇയാളെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ആദ്യം സ്ലിമിനോട് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ വരാനായിട്ട് തയ്യാറാവത്തില്ല. കുറച്ച് പണമെല്ലാം അധികമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ കയ്യിൽ ഒരു കൂടിയ ഇനം ബിയർ ഉണ്ട്, അതെടുത്ത് സ്ലിമിന്റെ കയ്യിൽ കൊടുത്തിട്ടാണ്, ദേ ഇതൊന്ന് കുടിച്ചു നോക്കെന്ന് പറയുമ്പോൾ സ്ലിം എടുത്ത് കുടിക്കുമ്പോഴത്തേക്കും സ്റ്റാക്ക് പറയും, ഓക്കെ, നീ ഇപ്പോൾ എന്നോടൊപ്പം വരാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ നിനക്ക് പണവും കിട്ടും, അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ ഇതിന്റെ ബാക്കി മുഴുവനായിട്ട് നിനക്ക് കുടിക്കാനും പറ്റും. എന്തു പറയുന്നത് ചോദിക്കുന്നതും അവൻ അതിന് സമ്മതിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ സ്ലിമ്മും സാമും കൂടി ചേർന്ന് ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇവർ നല്ലതുപോലെ ആ ഒരു ഗിത്താറും മൗത്ത് ഓർഗണെല്ലാം വെച്ചിട്ട് ഒരു മ്യൂസിക് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേഷനിൽ ട്രെയിനിൽ വന്നിറങ്ങിയ എല്ലാ ആളുകളോടും നമ്മുടെ സ്റ്റാക്ക് പറയും, ഇന്ന് രാത്രി എല്ലാവരും കുടിക്കാനായിട്ട് തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഒരു ജാക്ക് ജോയിന്റ് ഇന്ന് രാത്രി ഓപ്പൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും അവിടേക്ക് ക്ഷണിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഈ ഒരു കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട്. അവൾ നമ്മുടെ സാമിനെ തന്നെ നോക്കുന്നു. കാരണം വേറെ ഒന്നല്ല, അവൾക്ക് സാമിനെ എന്തോ ഇഷ്ടപ്പെട്ടു അവനിങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട്. അപ്പോഴാണ് നമ്മുടെ സാമു പതിയെ ആ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വന്നിട്ട്, ഏയ്, നിന്നെ ഞാൻ ഇതിനു മുന്നേ എവിടെ കണ്ടിട്ടുണ്ട്, നീ നല്ലതുപോലെ പാട്ട് പാടുമല്ലേ? അതെ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും പരിചയപ്പെടുകയാണ്. അപ്പോഴാണ് അവളുടെ പേര് പറയുന്നത് പെർലൈൻ. അപ്പോൾ സാമു പറയും, ഞാനൊരു പ്രീച്ചർ ബോയ് ആണ്, ഇന്ന് രാത്രി ആ ഒരു ജാക്ക് ജോയിന്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പക്ഷെ ഞാൻ വിവാഹിതയാണ് എന്ന് പറയുന്നതും അവൻ പറയും, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്താണ് വേറൊരു പെണ്ണ്, അതും ഈ ഒരു കൂട്ടത്തിലെ വെളുത്ത നിറമുള്ളൊരു പെണ്ണ് നമ്മുടെ സ്റ്റാക്കിനെ തന്നെ നോക്കുന്നു. ഇത് നമ്മുടെ സാമു കാണുമ്പോഴത്തേക്കും ഓടി സ്റ്റാക്കിന്റെ അടുത്തേക്ക് എന്നിട്ട്, ഹേയ് ബ്രോ, നിങ്ങളെ കുറെ നേരമായിട്ട് ഒരു പെണ്ണ് നോക്കുന്നുണ്ട്, ഒരു വെളുത്ത നിറമുള്ള പെണ്ണാണെന്ന് പറയുമ്പോൾ സാം, നിനക്ക് ഉറപ്പാണോ അത് വെളുത്ത നിറമുള്ള പെണ്ണാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാതെ, ദേ അവളിപ്പോ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ സ്റ്റാക്ക് പറയും, എങ്ങനെയാണെങ്കിൽ നോക്കാതെ അനങ്ങാതെ നിൽക്കാൻ പറയുമ്പോൾ അവൾ നേരെ നമ്മുടെ സ്റ്റാക്കിന്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ആനിയാണ്, സ്റ്റാക്കിന്റെ പഴയ കാമുകി. അപ്പോഴത്തന്നെ ആനി പറയുന്നുണ്ട്, നിനക്കറിയോ ഞാൻ നിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്തു എന്ന്.
സ്റ്റാക്ക് പറയും, അതെ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, അതെ എനിക്കറിയാമായിരുന്നു നിനക്ക് നല്ല ദേഷ്യം ഉണ്ടാവുമെന്ന്. അപ്പോൾ അവള് പറയും, അതെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം വേറെ ഒന്നുമല്ല. ഇവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിരുന്നു. പക്ഷേ രണ്ടുപേരും ഈ വെളുപ്പും കറുപ്പും എന്നുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് കാരണം നമ്മുടെ സ്റ്റാക്ക് ഒരിക്കലും അവളെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവളിപ്പോ വേറൊരാളെ കല്യാണം കഴിച്ചു. ആ ഒരു ദേഷ്യമാണ് അവൾക്ക്. അതുപോലെ ഈ ഒരു അടുത്തിടയ്ക്ക് അവളുടെ അമ്മ മരിച്ചു, എന്നിട്ട് പോലും നീ അവിടേക്ക് വന്നില്ല എന്നെല്ലാം പറഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് മൂന്നുപേരും വണ്ടിയും കൊണ്ട് വീണ്ടും ആ ഒരു കോട്ടൺ പ്ലാന്റ് നടത്തുന്ന ആ ഒരു പാടം ഉണ്ടല്ലോ, അതുവഴി ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അവിടെ പാടത്ത് ജോലി ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്തേക്ക് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഇതിൽ കോർണർ ബ്രെഡ് എന്ന് പറഞ്ഞ് ഒരുത്തരുണ്ട്. അവന് നമ്മുടെ സ്റ്റേക്ക് ഇങ്ങനെ വിളിക്കും. ഏയ് ഒരുപാട് നാളായാലോ കണ്ടിട്ടെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട്, സ്റ്റേക്ക് ഇതെന്റെ ഭാര്യയാണ് എന്നെല്ലാം പറയുമ്പോൾ സ്റ്റേക്ക് അവനെ ഭാര്യയുടെ മുന്നിൽ വെച്ച് കളിയാക്കും. അപ്പോൾ അവൻ പറയും, ഇല്ല സ്റ്റേക്ക് എന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കരുതെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, നിനക്ക് ഇതിലും കൂടുതൽ പണം വേണോ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ജോലി നിനക്ക് തരാം, നീ വരാൻ തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവൻ അത് സമ്മതിക്കത്തില്ല. അപ്പൊ അവന്റെ ഭാര്യ പറയും, നിങ്ങൾ എത്ര പണം അവന് കൊടുക്കും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സ്റ്റേക്ക് പറയും, ഹേ ഗേൾ നിങ്ങള് സൂപ്പറാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ കോർണറിനെയും അവിടുന്ന് ജോലിക്കാരി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ സ്മോക്കിനെ കാണിക്കുമ്പോൾ അവനിപ്പോ ആ ഒരു വണ്ടിയും കൊണ്ട് നേരെ ഒരു പഴയ വീടിനടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ആ ഒരു വണ്ടിയിൽ നിന്നും കുറച്ച് പൂക്കളെടുത്ത് അവിടെ ചെറിയൊരു കുഴിമാടം പോലെ ഉണ്ട്, അവിടേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കും. ഏതോ ഒരു കുഞ്ഞ് മരിച്ചതാണ്. അപ്പോഴേക്കാണ് ഒരു സ്ത്രീ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അത് വേറെ ആരുമല്ല, ആനിയാണ്. ആനി സ്മോക്കിന്റെ പഴയ കാമുകയാണ്. അതുപോലെ ആനിയാണെങ്കിൽ ഈ ഒരു മന്ത്രവാദം കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആനിയെ വിളിക്കാനായിട്ട് ഇവിടേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാല് അവൾ നല്ലതുപോലെ പാചകം ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവളെ കൊണ്ടുപോകാനായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം ആനിയോട് ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ അവൾ എന്തോ അവനോട് പോകാനായിട്ട് തയ്യാറാവത്തില്ല. പക്ഷെ പിന്നീടെന്തോ ഇവർ രണ്ടുപേരും പഴയ കാമുകന്മാരാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു രണ്ട് സഹോദരങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആളുകളെയും കൂട്ടിയിട്ട് ഇപ്പൊ ആ ഒരു ടൗണിൽ നിന്നും ഗ്രേസ് ബോ അവരുടെ ആ ഒരു പലചരക്ക് സാധനങ്ങളായിട്ട് ഇവിടേക്ക് പോകുന്നു. സ്റ്റേക്ക് ആണെങ്കിൽ ബാക്കി മൂന്നുപേരെ കൊണ്ട് അവിടേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അതേസമയം ഈ ഒരു ഗ്രാമത്തിൽ തന്നെ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഈ ഒരു പാടത്തിന് നടുവിലായിട്ട് ഒരു വീടുണ്ട്. അതിനടുത്തേക്ക് ആരോ ഒരാൾ ഇങ്ങനെ ഓടിക്കയറുന്നു. അയാളുടെ ദേഹം മുഴുവനായിട്ട് പൊള്ളിയിട്ട് എന്തോ കത്തി പിടിച്ചതുപോലെ അയാൾ പെട്ടെന്ന് ഓടി ആ ഒരു വീടിന്റെ ഡോറിൽ ഇങ്ങനെ വന്ന് തട്ടുമ്പോഴത്തേക്കും അതിനുള്ളിലുള്ള ആ ഒരു ഭാര്യയും ഭർത്താവും തോക്കും എടുത്ത് വെളിയിലേക്ക് ഇറങ്ങാണ്. എന്നിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇയാൾ പറയും, പ്ലീസ് എന്നെ രക്ഷിക്കണം, അവരെന്നെ കൊല്ലാൻ വരുവാണെന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ അടുത്തായിട്ട് എഞ്ചിനുകളോ മറ്റോ കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നിന്റെ ദേഹം എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ചുട്ടുകൊള്ളുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവനായാലും പെട്ടെന്ന് തലയിൽ കൈ വെച്ചിട്ട്, ഹോ ദൈവമേ അവരെന്റെ ഭാര്യയെ കൊണ്ടുപോയി, ഞാൻ എന്തൊരു ഭീരുവാണെന്നറിയോ എന്നെല്ലാം പറഞ്ഞിട്ട് അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു കാര്യം ഇങ്ങനെ കാണുന്നുണ്ട്, തുണിയിൽ പൊതിഞ്ഞിട്ടുള്ള. അത് കാണുമ്പോൾ ഇവൻ പെട്ടെന്ന് അവിടെ ഇരുന്നിട്ട് എന്റെ കയ്യിൽ സ്വർണ്ണമുണ്ട്, പ്ലീസ് ഇതെങ്കിലും എടുത്തിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണമെന്നും പറഞ്ഞ് ഇതിങ്ങനെ കാണിക്കുമ്പോൾ അവർ രണ്ടുപേരുടെയും മനസ്സങ്ങ് മാറുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും കുതിരപ്പുറത്തും അതേപോലെ തന്നെ വേറൊരു വണ്ടിയിലും കുറച്ചുപേർ അവിടേക്ക് വന്നിട്ട് അതിലൊരാൾ പെട്ടെന്ന് ചാടി ഇറങ്ങി ഈ ഒരു വീടിനടുത്തേക്ക് ഒന്നിങ്ങനെ തട്ടും. ഡോറ് തുറക്കുന്നതോ ആ വീട്ടിലെ സ്ത്രീയാണ്. അവരുടെ കയ്യിൽ തോക്കുരുപ്പുണ്ട്. അപ്പോൾ വന്ന ഒരാൾ ചോദിക്കും, ഓക്കെ മാഡം ഞങ്ങൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളെ കുറെ നേരമായിട്ട് പിന്തുടരുകയാണ്, അങ്ങനെ ഒരാൾ ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി പറയും, ഇല്ല മാഡം നിങ്ങൾക്ക് അവൻ ആരാണെന്ന് അറിയത്തില്ല, അവനെ ഒരു പക്ഷേ നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചർ ഉള്ള ഒരു കാര്യമാണ്, അവനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ വെളിയിലേക്ക് ഇറങ്ങണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീ ഇവിടെ അങ്ങനെ ആരുമില്ല എന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവിനെ ഇങ്ങനെ വിളിക്കും. അപ്പോൾ അവിടെ വണ്ടിയിലിരിക്കുന്ന ഒരാള് ഇയാളെ വിളിച്ചിട്ട് പറയും, ഏയ് സമയം ഒരുപാട് താമസിച്ചു, നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് ഇപ്പൊ അവരെല്ലാവരും വേറെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നങ്ങ് പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം ഇപ്പൊ നല്ല രീതിയിൽ സമയം തന്നെ ഒരുപാട് താമസിച്ചിട്ടുണ്ട്, ഇരുട്ടി തുടങ്ങി. അപ്പൊ ഈ ഒരു സ്ത്രീ ആയാലും അകത്തേക്ക് വന്ന് അവരുടെ ഭർത്താവിനെ വിളിച്ച് റൂമിനകത്തേക്ക് കയറുമ്പോ ആഹാ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് ഇവിടേക്ക് വന്നല്ലോ അവന്റെ വായെല്ലാം രക്തം പറ്റിയിരിക്കുന്നു, അവരുടെ ഭർത്താവാണെങ്കിൽ താഴെ വീണ് കിടപ്പുണ്ട്. അപ്പൊ അയാൾ പറയും അവനിപ്പോ ഒരു കുഴപ്പമില്ലാതെ വരുമെന്ന് പറയുന്നതും ആ ഒരു ഭർത്താവും ഇപ്പൊ എഴുന്നേറ്റ് വരാണ്, കാരണം അയാളുടെ രൂപവും മാറിയിട്ടുണ്ട്. വേറെ ഒന്നും അല്ല, ഇവിടേക്ക് വന്ന് കയറി അവനുണ്ടല്ലോ അവനൊരു വാമ്പയർ ആയിരുന്നു. അങ്ങനെ ആ ഒരു സ്ത്രീയെയും ഈ ഒരു ഭർത്താവ് വന്ന് കടിക്കുന്നതും ഇവര് മൂന്നുപേരും ഇപ്പോൾ വാമ്പയറായി. അങ്ങനെ അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും ഈ ഒരു സഹോദരങ്ങളുടെ ജാക്ക് ജോയിന്റ് ഉണ്ടല്ലോ ആ ഒരു സ്ഥലം ഇപ്പോൾ ഓപ്പൺ ആവുകയാണ്. അതിനകത്ത് ഒരുപാട് പേരും കറുത്ത ആൾക്കാരാണ്, കാരണം അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് തുറന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും നല്ലതുപോലെ തന്നെ ആ ഒരു പാർട്ടി ആഘോഷിക്കാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ സാം നോക്കുന്ന പെർലൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണും ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സാം ഹേയ് നിങ്ങൾ വളരെ സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു പെണ്ണിനെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം, നമ്മുടെ സ്റ്റാക്ക് ഇതിനകത്തേക്ക് വന്നിട്ടുള്ള ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ സ്മോക്ക് ഒന്ന് ചോദിക്കുമ്പോൾ, ഹേയ് ഇത് ആദ്യത്തെ ദിവസമല്ലേ, അത് നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ട് ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങണ്ട എന്നുള്ള രീതിയിലാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോഴേക്കാണ് വെളിയിൽ നമ്മുടെ മേരി ഈ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് വരുന്നു. അപ്പോൾ വെളിയിലെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത് കോർണറാണ്. അതിനാണ് അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അവൻ മേരിയെ കാണുമ്പോൾ, ഹേയ് മേരി നീയാണോ എന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്
അല്ല മേരി, നീ ഈ ഒരു സ്ഥലത്തേക്ക് തന്നെയാണോ വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും അതിനെന്താ. അപ്പൊ മേരി പറയും ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ. ഹേയ് അതിനെന്താ കയറിക്കോന്നും പറഞ്ഞിട്ട് അവൾ നേരെ അകത്തേക്ക് കയറാണ്. അപ്പോഴേക്കാണ് അകത്ത് നമ്മുടെ സാം പെർലൈൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴാണ് മേരി ഇതിനകത്തുള്ള കാര്യം അവൻ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ കറുത്ത ആൾക്കാരുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഒരു വെളുത്ത സ്ത്രീ വരിക എന്നുള്ളത് അന്നത്തെ കാലത്ത് കുറച്ച് സംസാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് സാം പറയും ഞാൻ ഇപ്പോൾ അവരോട് പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അതുമല്ല സ്റ്റേക്ക് ആണെങ്കിൽ അവളെ മാറ്റി നിർത്താനും കൂടി നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് സാം വന്നിട്ട് അല്ല അവർ കാണുന്നതിന് മുന്നേ നീ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അവൾ ചോദിക്കും നീ ഇവരുടെ ബന്ധുവാണോ ആ ഒരു ചെറിയ സാം, എനിക്ക് നിന്നെ അറിയാതെ പറഞ്ഞിട്ട് അവനൊരു ഡ്രിങ്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് സ്മോക്ക് ഇപ്പോൾ വെളിയിലേക്ക് വന്ന് മേരിയെ കാണും. മേരിയെ കണ്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് നിന്റെ അമ്മ മരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു, വരാൻ കഴിഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞ് സാമിനോട് പറയും സാം നീ ആ ഒരു പെൺകുട്ടിയെ നല്ലതുപോലെ നോക്ക് എന്നും പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അത് കഴിഞ്ഞ് നേരെ സ്റ്റാക്കിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത് സ്റ്റാക്ക് അവളെന്തിനാ ഇവിടെ, എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറയുമ്പോൾ സ്റ്റാക്ക് നേരെ മേരിയുടെ അടുത്തേക്ക് വന്ന് അവളെ വിളിച്ച് ബാ ഇപ്പൊ തന്നെ നിനക്കൊരു കാർ വിളിച്ചു തരാന്ന് പറയുമ്പോൾ അവള് പറയും ഞാൻ പോകത്തില്ലാന്ന്. അപ്പോൾ സ്റ്റാക്ക് പറയും മേരി നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി, വലിയൊരു കൃഷിയിടം ഉണ്ട്, നീ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ഇരിക്കേണ്ടതല്ലേ നല്ലത്, അതുമല്ല അതല്ലേ നിനക്ക് ആവശ്യമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവള് പറയും പക്ഷെ ഒരിക്കലും ഞാനതൊന്നും ചോദിച്ചില്ലായിരുന്നു, അതെല്ലാം നിന്റെ ആശയം തന്നെയായിരുന്നു, എനിക്കൊരിക്കലും ഒരു വെളുത്ത ആളിനെ കെട്ടണമെന്ന് ആഗ്രഹമില്ല, എനിക്ക് നിന്നെയാണ് ആവശ്യം, പക്ഷെ നീയാണെങ്കിലോ പറഞ്ഞു പറ്റിച്ച് അവിടേക്ക് വന്നതുപോലുമില്ല. അപ്പോൾ സ്റ്റാക്ക് പറയും ഹേയ് അതുകൊണ്ടൊന്നല്ല, നീ ഇവിടെ നിന്നിട്ട് ഇവിടെയുള്ള ആരെങ്കിലും ഒരാൾ നിന്റെ ദേഹത്തേക്ക് കൈവച്ചു കഴിഞ്ഞാൽ ഞാനും എന്റെ സഹോദരനും എന്തായാലും അവര് വെറുതെ വിടാൻ പോകുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ അവള് പറയും അതെ എനിക്കറിയാം, പക്ഷെ ഞാൻ നിന്നെ എത്രമാത്രം വെയിറ്റ് ചെയ്തിരുന്നെന്നറിയോ, പക്ഷെ നീ ഒരിക്കലും വന്നില്ല എന്ന് പറയുമ്പോൾ സ്റ്റാക്ക് പറയുന്നുണ്ട് അതെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, അതെ റിയൽ ലൈഫിലും അങ്ങനെയൊക്കെ തന്നെയാണ്, ജാതി മതം നിറം ഇതിന്റെ പേരിൽ ഇങ്ങനെ ഒന്നിക്കാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോ സ്ലിം ആണെങ്കിലോ ആ ഒരു പിയാനോ നല്ലതുപോലെ വായിക്കുന്നുണ്ട്, അതിൽ ഒരുപാട് പേര് ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ അത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാമിനെ വിളിച്ചിട്ട് പറയും അടുത്തായിട്ട് നമ്മുടെ സാമാണ് പാടാൻ പോകുന്നത് എന്നും പറഞ്ഞ് സാം ഇപ്പോൾ ആ ഒരു ഗിത്താർ വെച്ചിട്ട് അതും പ്ലേ ചെയ്ത് അവനൊരു നല്ല പാട്ട് പാടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു മ്യൂസിക് വിത്ത് ഹൊറർ മൂവിയാണ്, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മ്യൂസിക്കിന് ഈ ഒരു സിനിമയിൽ പ്രാധാന്യമുണ്ട്. എല്ലാം നല്ല മ്യൂസിക് തന്നെയാണ് കേൾക്കാൻ പറ്റിയത്. ഇപ്പൊ ഈ ഒരു മ്യൂസിക്കിലാണെങ്കിൽ ഇപ്പൊ അവരുടെ രാജ്യത്തെ സംസ്കാരങ്ങളും കലാരൂപങ്ങള് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ആ ഒരു മ്യൂസിക്കിൽ ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് എന്തായാലും വിടാം. ഇപ്പൊ ഈ ഒരു മ്യൂസിക് എല്ലാം ഇവിടെ നടക്കുന്ന സമയത്ത് വെളിയിൽ ഒരു 3 പേര് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അത് വേറെ ആരുമല്ല, നേരത്തെ കണ്ട ആ ഒരു വാമ്പയർ ഉണ്ടല്ലോ അയാളും അവൻ കടിച്ച ബാക്കി 2 പേരും. ഇപ്പൊ ആ ഒരു മെയിൻ ആയിട്ടുള്ള വാമ്പയറിനെ ഇതിനകത്ത് കിടക്കുന്ന ഈ ഒരു മ്യൂസിക് നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അവൻ അതിങ്ങനെ ആസ്വദിച്ച് നിൽക്കാണ്. അങ്ങനെ ആ ഒരു പാട്ടെല്ലാം കഴിയുന്നതും നമ്മുടെ സാം നേരെ പെർലൈൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവളെ പിടിച്ച് അടുത്തുള്ള ഒരു റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെ കുറെ നേരം റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അങ്ങനെ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ വാമ്പയർമാർ 3 പേരുണ്ടല്ലോ ഇവര് 3 പേരും ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് കോർണർ വെളിയിൽ നിന്ന് ഹേയ് നിങ്ങൾ എവിടേക്കാ പോകുന്നേ ചോദിക്കുമ്പോൾ ഇല്ല ഇതിനകത്ത് നല്ലൊരു മ്യൂസിക് നടക്കുന്നുണ്ട്, അത് കേൾക്കാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്, അതുപോലെ ഞങ്ങൾക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, ഞങ്ങൾ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ച് അകത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോഴത്തേക്കും കോർണർ അവരെ തടയും. അപ്പൊ ഈ ഒരു ശബ്ദം കേട്ട് സ്റ്റാക്ക് സ്മോക്ക് ആനി മേരി ഇവരെല്ലാവരും ഡോറിന്റെ അടുത്തേക്ക് വന്നിട്ട് അല്ലെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ആ ഒരു വാമ്പയറിന്റെ നേതാവ് നമ്മുടെ സാമിനെ കണ്ട് ഹേയ് നിന്റെ ശബ്ദമായിരുന്നല്ലേ അത്, അതെ അത് മനോഹരമായിരുന്നു എന്ന് ബാക്കി 2 പേരും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്മോക്ക് ചോദിക്കും അല്ല നിങ്ങൾ എവിടെ നിന്നാ, ഇവിടെ അടുത്ത് ഈ റോഡിന്റെ അടുത്ത് നിന്നാണ്, നിങ്ങൾ വന്ന സ്ഥലമായിട്ട് എത്ര ദൂരമുണ്ട്, കുറച്ച് ദൂരമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ദൂരം നിന്ന് നിങ്ങൾ എല്ലാവരും ഇവിടേക്ക് വരേണ്ട കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്ഥലമില്ലേ, അവിടെ പോയിക്കോളെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ നല്ല സ്ഥലങ്ങളിലേക്ക് മാത്രമേ വരാറുള്ളൂ, അതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഇവിടുത്തെ മ്യൂസിക് നല്ലതായിരുന്നു, അതുപോലെ ഞങ്ങൾ നല്ലതുപോലെ പാട്ട് പാടും എന്നും പറഞ്ഞിട്ട് ഇവര് 3 പേരും അവിടെ നിന്നിങ്ങനെ പാട്ട് പാടുന്നുണ്ട്. സത്യം പറയാലോ ഇത് കേൾക്കാനായിട്ട് നല്ല രസമാണ്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് ചെറിയ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്മോക്ക് പറയും ഇല്ലല്ല നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കണ്ട, നിങ്ങൾക്ക് ആ ഒരു പട്ടണത്തിലെ നിങ്ങളുടെ ആളുകളുണ്ടല്ലോ അവിടേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു നേതാവ് ചോദിക്കും അല്ല പിന്നെ ആ ഒരു പെണ്ണെന്താ അകത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ മേരിയെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവർ പറയുന്നത് അവൾ ഞങ്ങളുടെ ബന്ധുവാണ്, അതുകൊണ്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതും ഓക്കെ ശരി ഞങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, എന്നാലും ഞങ്ങൾ പതിയെ പോകത്തുള്ളൂ തിരിച്ച്, നിങ്ങൾ വിളിക്കുന്നോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സ് മാറോ ഇല്ലേ എന്ന് അറിയത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഇവര് 3 പേരും പതിയെ നടന്നിങ്ങനെ പോവാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കും, ഈ ഒരു കുട്ടികളൊക്കെ ചെയ്യുമല്ലോ അതുപോലെ. അങ്ങനെ അവരവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാക്ക് സ്മോക്കിനോട് പറയുന്നുണ്ട് അല്ല അവരെയും കൂടി കയറ്റിയല്ല എന്താ. സ്മോക്ക് പറയും നിനക്കെന്താ ഇതിലും വലിയ പ്രശ്നം ഉണ്ടാക്കാനാണോ, വെറുതെ ഒരു പ്രശ്നത്തിലേ നമ്മൾ എന്തായാലും തലയിടണ്ട, അതുകൊണ്ട് അവർ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്മോക്കും അതേപോലെ തന്നെ സാമും ഇവര് 2 പേരും സംസാരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സാം ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നെന്ന് പറയുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി, പക്ഷെ സ്മോക്ക് അതിനെ ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പോൾ സാം പറയും ശരി തന്നെയാണ് നമുക്ക് പരസ്പരം നല്ലതുപോലെ അറിയാം, പക്ഷെ എന്നെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് നിങ്ങളെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല,
വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ കൊല്ലാന്ന് പറയുമ്പോൾ സ്മോക്ക് അത് കേൾക്കേണ്ട താമസം പെട്ടെന്ന് തോക്കെടുത്ത് അവനെ നെറുകിനെ ചൂണ്ടാണ്. അവനായാലും കുറച്ചു നേരം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് സ്മോക്ക് ഒന്നും ചെയ്യാതെ ആ ഒരു തോക്കെടുത്ത് ഉള്ളിലേക്ക് തന്നെ വെക്കും. അതേസമയം ഇവിടെ സ്റ്റാക്കും മേരിയും ഇപ്പോൾ വെളിയിൽ വന്നില്ല ആ ഒരു 3 വാമ്പയർമാരെ. അവരാരാണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. അപ്പൊ മേരി അവരോട് എന്തോ ഒരു കാര്യം സംസാരിക്കാന്നും പറഞ്ഞിട്ട് സ്റ്റാക്കിന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്കും വാങ്ങി അവൾ നേരെ വെളിയിലേക്ക് പോകുന്നു. മേരി പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവർ 3 പേര് അവിടെ നിന്ന് പോയിട്ടില്ല. അവിടെയുള്ള ആ ഒരു പോസ്റ്റിന് അടുത്തിരുന്ന് ഇങ്ങനെ പാട്ടുപാടാണ്. അങ്ങനെ ആ ഒരു പാട്ടുപാടി തീരുമ്പോഴത്തേക്കും മേരി കൈ അടിച്ചിട്ട്, അല്ല എന്തു പറ്റി, നിങ്ങള് കുറച്ച് ശുദ്ധമായി കൊള്ളാനായിട്ട് വെളിയിലേക്ക് വന്നാണോ? അപ്പോൾ മേരി പറയും, ഇല്ല, നിങ്ങൾ നല്ലവരാണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അതെ, ഞങ്ങൾ നല്ലവർ തന്നെയാണ് എന്നും പറഞ്ഞ് മേരി അവരുടെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ അവളുടെ കയ്യിൽ ആ ഒരു സ്വർണ്ണ നാണയം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോഴത്തേക്കും ഇതെവിടെ നിന്ന് കിട്ടി? അതൊക്കെ ഞങ്ങൾക്ക് കിട്ടി. സത്യത്തിൽ ഞങ്ങൾ ഇവിടെ വന്നത് നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കാനും എല്ലാവർക്കും സ്നേഹം കൊടുക്കാനും വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്കും ആ കൂടെയുള്ള രണ്ടുപേരുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും, അവർ രണ്ടുപേരും ഇത് ഏറ്റു പറയുന്നുണ്ട്. അത് കാരണം തന്നെ നമ്മുടെ മേരിക്ക് എന്തോ ശരിയായിട്ട് തോന്നില്ല. അതുമല്ല മേരിയുടെ അമ്മയുടെ മരണത്തെ പറ്റിയും ഇവനെ നല്ലതുപോലെ അറിയാവുന്നതുപോലെ ഇങ്ങനെ സംസാരിക്കും. എന്നിട്ട് അവൻ പറയും, ആ ഒരു വിഷമത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയുമെന്ന് പറയുമ്പോൾ മേരി പറയും, അല്ല നിങ്ങൾ എന്താ സംസാരിക്കുന്നത് ചോദിക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഇവളുടെ രക്തം കുടിച്ചോളാൻ വയ്യ, അതേപോലെ ഇങ്ങനെ ഒലിച്ചിറങ്ങാണ്. അതുപോലെ അവന്റെ കണ്ണെല്ലാം മാറുമ്പോൾ തന്നെ മേരി പെട്ടെന്ന് പേടിച്ചിട്ട് ആ ഒരു തോക്കും കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ്, ഹേയ് അടുത്തേക്ക് വരരുത് എന്നും പറഞ്ഞിട്ട് അവള് പതിയെ തിരിഞ്ഞിങ്ങനെ പോകുന്നതും കാണിക്കുമ്പോൾ ആ ഒരു വാമ്പയർ ഉണ്ടല്ലോ അവളുടെ പുറകെ തന്നെ പറന്നിങ്ങനെ വരുന്നുണ്ട്. പിന്നീട് മേരിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. അതേസമയം ഇതിനുള്ളിൽ കാണിക്കുമ്പോൾ പെർലൈൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളാണ് ഇപ്പൊ ഇതിനകത്ത് പാട്ട് പാടുന്നത്. അങ്ങനെ അവള് പാട്ടെല്ലാം പാടിയിരിക്കുന്ന സമയത്താണ് വെളിയിൽ മേരി ആ ഒരു ഡോറിനടുത്തേക്ക് വന്ന് കോർണറിനോട്, ഹേയ് കോർണർ, അല്ല മേരി നീ ഇവിടെ എന്താ ചെയ്യുന്നേ? നീ അകത്തല്ലായിരുന്നു? അതെ, ഞാൻ വെളിയിൽ പോയി, ഇപ്പൊ അകത്തേക്ക് കയറിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും എന്ന് അനുവാദം ചോദിക്കുമ്പോൾ കോർണർ പറയും, കുഴപ്പമില്ല, നീ കയറിക്കൊന്നും പറഞ്ഞിട്ട് അവളെ അകത്തേക്ക് വിടുകയാണ്. അങ്ങനെ അകത്തേക്ക് നടന്നു വന്ന നമ്മുടെ മേരി സ്റ്റാക്കുമായിട്ട് ഇങ്ങനെ സംസാരിക്കാണ്. എന്നിട്ട് ആ ഒരു സ്വർണ്ണ നാണയം എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ, ഇത് അവർ തന്നാണോ? അവർക്ക് എന്താ ഇപ്പോൾ വേണ്ടത്? കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് ഇവരങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മേരി സ്റ്റാക്കിനോട് പറയും, നമുക്കൊന്ന് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്നാലോ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്റ്റാക്കിനോട് സംസാരിച്ച് അവനെ വിളിച്ച് അടുത്തുള്ള ആ ഒരു മുറിക്കകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ വെളിയിൽ ഈ ഒരു പാട്ട് നല്ലതുപോലെ നടക്കുമ്പോഴത്തേക്കും കോൺബെഡ് ഉണ്ടല്ലോ, അവൻ പതിയെ മൂത്രം ഒഴിക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. എന്നിട്ടൊരു മരത്തിന് ചുവടിലേക്ക് നിന്ന് മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് പലയിടങ്ങളിൽ നിന്നും അവന്റെ പേരാരും വിളിക്കുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. ഇത് വേറെ ആരുമല്ല, ആ ഒരു വാമ്പയർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെ ഉള്ളിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്റ്റാക്ക് മേരിയായിട്ട് ആ ഒരു റൂമിലിരുന്ന് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ഇവിടെ സ്മോക്ക് ആണെങ്കിലോ ഇതിനകത്ത് വേറൊരുത്തൻ കത്തിയും കൊണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതും അവനെ സമാധാനപ്പെടുത്താൻ വേണ്ടി അവന്റെ അടുത്തേക്ക് പോയി സംസാരിക്കുമ്പോൾ അവൻ എന്തായാലും അടങ്ങിയിരിക്കുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കത്തി പിടിച്ചു വാങ്ങി അവനെ നല്ലതുപോലെ 2-3 ഇടി ഇടിച്ചിട്ട് ബാക്കിയുള്ളവരോട് പറയും അവിടെ ഇട്ട് ചവിട്ടി കൂട്ടാനായിട്ട്. അങ്ങനെ അതെല്ലാം നടക്കുമ്പോഴത്തേക്കും ഈ ഒരു പാർട്ടിയിൽ ഇവർ നല്ലതുപോലെ പാട്ടെല്ലാം പാടുന്നുണ്ട്, ഡാൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സാം സ്റ്റാക്കിനെ വിളിക്കാൻ വേണ്ടി അടുത്തുള്ള ആ ഒരു മുറിയിലേക്ക് ചെന്നിട്ട് അത് ഡോർ തുറക്കുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന കണ്ട് പെട്ടെന്ന് ഡോർ അടച്ച് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സ്മോക്ക് ചോദിക്കുന്നുണ്ട്, അല്ല സ്റ്റാക്ക് എവിടെ? ഇല്ല, സ്റ്റാക്ക് ആ ഒരു മുറിയിലുണ്ടെന്ന് പറയുന്നതും സ്മോക്ക് പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരു ഡോറിനടുത്ത് നോക്കുമ്പോൾ കോൺബെഡിനെ അവിടെ കാണുന്നില്ല, പകരം വേറൊരുത്തനെ അവിടെ നിർത്തിയേക്കാണ്. അല്ല അവൻ എവിടെ പോയി എന്ന് പറയുമ്പോൾ അവൻ മൂത്രമൊഴിക്കാണ്ട് പോയി. ഓ, ഇവിടെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് സ്മോക്ക് നേരെ ആ ഒരു മുറിയടുത്തേക്ക് വന്നിട്ട് ഡോർ തുറന്ന് നോക്കുന്നത് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് മേരി ഉണ്ടല്ലോ അവളും ഒരു വാമ്പയറായിട്ട് മാറിയിട്ട് ഇപ്പൊ സ്റ്റാക്കിന്റെ കഴുത്ത് കടിച്ച് ആ ഒരു രക്തം കുടിക്കുന്നു. അങ്ങനെ ഇത് നമ്മുടെ സ്മോക്ക് കാണുന്നതും അവൾ എഴുന്നേറ്റ് സ്മോക്കിന് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതും അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് മേരിയെ അവ ഷൂട്ട് ചെയ്തങ്ങ് താഴെയിടാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അവൾ വീണ്ടും പഴയതുപോലെ തന്നെ എഴുന്നേറ്റ് വന്ന് അവിടെ നിന്നും വെളിയിലേക്ക് ഓടി അങ്ങ് പോവാണ്. അവൾക്ക് ഒരു കുഴപ്പമില്ല, കാരണം അവൾ വാമ്പയർ ആയതുകൊണ്ട് പെട്ടെന്ന് മരിക്കത്തില്ല. അങ്ങനെ സ്മോക്ക് നേരെ സ്റ്റാക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ പിടിച്ച് നല്ലതുപോലെ കരയുന്നുണ്ട്, പോരുത് പ്ലീസ് എന്നെല്ലാം പറഞ്ഞിട്ട് കരയുന്നുണ്ടെങ്കിലും അധികം നേരം സ്റ്റാക്കിനെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല. സ്റ്റാക്ക് അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അങ്ങനെ ബാക്കി എല്ലാവരും ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു റൂമിനടുത്തേക്ക് വരുമ്പോൾ അവർ പറയും, ഇല്ല ആരും ഇവിടെ നിൽക്കരുത്, ഒരു പ്രശ്നമുണ്ട്, എല്ലാവരും ഇപ്പൊ തന്നെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ വന്നിട്ടുള്ള എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം നമ്മുടെ സ്മോക്ക് സ്റ്റാക്ക് മരിച്ച ആ ഒരു വിഷമത്തിൽ അവിടെ ഇരുന്ന് കരയാണ്. അപ്പൊ ആനി അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, മേരിയാണ് അവളെ കടിച്ചത്, നീ ആണെങ്കിൽ അവളെ ഷൂട്ട് ചെയ്തു, പക്ഷെ ഒരു കുഴപ്പമില്ലാതെ അവള് വെളിയിലേക്ക് ഓടിപ്പോയി. അങ്ങനെയാണെങ്കിൽ സ്റ്റാക്കിന്റെ ശരീരം നമുക്കിവിടെ സൂക്ഷിക്കാൻ കഴിയത്തില്ല, വെളിയിൽ കൊണ്ട് വെക്കണമെന്ന് പറയുമ്പോൾ സ്മോക്ക് അതിന് സമ്മതിക്കത്തില്ല. ഇല്ലില്ല, ഇതൊരു ശരീരമല്ല, ഇത് സ്റ്റാക്കാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആനി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം വെളിയിലെ ഗ്രേസ് ഇപ്പോൾ ബോയോട് പറയും, നമുക്ക് ഇവിടെ നിന്ന് പോവാം, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ ബോ പറയും, ഇല്ല എന്റെ സുഹൃത്ത് മരിച്ചു, നമ്മളിപ്പോൾ സഹായിക്കേണ്ടതല്ലേ? ഇല്ല, നമ്മുടെ സഹായം എല്ലാം കഴിഞ്ഞു, നിങ്ങൾ പോയിട്ട് വണ്ടി എടുക്കാൻ പറയുമ്പോൾ അവൻ പറയും, ശരി ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ബോ അതീ വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും വെളിയിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് കോൺബെഡ് ഉണ്ടല്ലോ അവൻ പതിയെ ഇവിടേക്ക് കയറി വന്നിട്ട്, ഹേയ് ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ എന്നിങ്ങനെ അനുവാദം ചോദിക്കാണ്. അപ്പൊ സ്ലിമ്മും സ്മോക്കും ചോദിക്കും, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ വെളിയിലായിരുന്നു.
സ്റ്റേക്ക് മരിച്ചു, അത് നീ അറിഞ്ഞോ ചോദിക്കുമ്പോൾ എന്ത് മരിച്ചോ, ശരി ഞാൻ എന്തായാലും അകത്തേക്ക് കയറി വരട്ടെ, നിങ്ങൾ എന്നെ അകത്തേക്ക് കയറ്റി വിട് എന്നിങ്ങനെ വീണ്ടും അനുവാദം ചോദിക്കുമ്പോൾ ഈ അനുവാദം ചോദിക്കുന്നത് കാരണം തന്നെ ഇവർക്ക് നല്ലൊരു സംശയമുണ്ട്. അതുപോലെ കോൺബെഡിന്റെ സംസാരം അതെല്ലാം മാറ്റമുണ്ട്. അപ്പൊ ആനി പറയും ഓക്കെ ശരി, നീയല്ലേ എപ്പോഴും ഇവിടെ കാവൽ നിൽക്കുന്നേ, പിന്നെ അകത്തേക്ക് വരാനായിട്ട് ഞങ്ങളുടെ അനുവാദം എന്തിനാ, നീ അകത്തേക്ക് കയറാൻ പറയുമ്പോൾ അവൻ പറയും അങ്ങനെയല്ല, ഞാൻ വെളിയിൽ പോയിട്ട് ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളാണ് അനുവാദം തരേണ്ടത് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ ആനി സ്മോക്കിനോട് പറയും ഇവനെ ഒന്ന് സൂക്ഷിക്കണമെന്ന്. അപ്പോൾ കോൺബെഡ് പറയും ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്നതിന്റെ ആ ഒരു പണം അതിങ്ങ് തരാൻ പറയുമ്പോൾ സ്മോക്ക് ആ ഒരു പണം എടുത്ത് കൊടുക്കാനായിട്ട് വരികയാണ്. അപ്പോഴാനി പറയുന്നുണ്ട് സ്മോക്ക് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ ആ ഒരു പണം എടുത്തിങ്ങനെ നീട്ടുന്നതും പെട്ടെന്ന് അവൻ സ്മോക്കിന്റെ കൈ പിടിച്ച് അവനെ കടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിനു മുന്നേ സ്മോക്ക് അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതും രണ്ടുപേരും താഴെ വന്ന് വീഴാണ്. എന്താണെന്ന് വെച്ചാൽ അവനും ഒരു വാമ്പയറായിട്ട് മാറിക്കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ അവനും എഴുന്നേറ്റ് വരുന്നതും ബാക്കിയുള്ളവർ വന്നിട്ട് നമ്മുടെ സ്മോക്കിനെ പിടിച്ച് അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ ഒരു ഡോറും അങ്ങ് അടയ്ക്കും. അപ്പൊ ഇവരുടെ അനുവാദം ഇല്ലാതെ ആ ഒരു വാമ്പേഴ്സിന് അകത്തേക്ക് കയറാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഇവരെല്ലാവരും പേടിച്ച് അകത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് സ്റ്റാക്കിന്റെ മുറിയിൽ നിന്നും അവനിങ്ങനെ തട്ടുന്ന ശബ്ദം നമ്മുടെ സാം അടുത്തേക്ക് ചെന്ന് ചെവി വെച്ച് ഇങ്ങനെ കേൾക്കുന്നതും പെട്ടെന്നൊരു കത്തി വെളിയിലേക്ക് ഇറങ്ങി വരും. അവനിങ്ങനെ പേടിച്ചു പോവും. എന്നിട്ടാണ് നമ്മുടെ സ്മോക്ക് പതിയെ ആ ഒരു റൂമിനടുത്തേക്ക് വന്നിട്ട് ഹേ സ്റ്റാക്ക്, നീ അവിടെ ഉണ്ടോ, നിനക്ക് ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അത് എനിക്ക് ഓക്കെയാണ്, നീ ഡോർ വർക്ക്, അല്ലപ്പോൾ നിന്റെ കഴുത്ത് മുറിഞ്ഞൊരുപാട് രക്തം പോയി, അതൊന്നും കുഴപ്പമില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഏയ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നതും അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ സ്റ്റാക്കും ഒരു വാമ്പയറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആനി സ്മോക്കിനോട് പറയുന്നുണ്ട് സ്മോക്ക് ഒരു കാരണവശാലും ഡോർ തുറക്കരുത്, അവൻ മരിച്ചിട്ട് ഇപ്പോൾ ജീവനോട് വരണമെന്നുണ്ടെങ്കിൽ അവനും മാറിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ ആനി വന്നിട്ട് സ്മോക്കിനെ മറ്റൊരിടത്തേക്ക് മാറ്റി ഇങ്ങനെ കൊണ്ടുപോവാണ്. കാരണം ഇവ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോഴേക്കാണ് നമ്മുടെ സാം അടുത്തേക്ക് വന്ന് സ്റ്റാക്ക് നിനക്ക് ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നതും പെട്ടെന്ന് ആ ഒരു ഡോർ ഇടിച്ചു തുറന്ന് സ്റ്റാക്ക് വെളിയിലേക്ക് വരും. എന്നിട്ട് ഇവരെ കടിക്കാണ്ട് വരുമ്പോൾ ആനി എന്തോ ഒരു വെള്ളം എടുത്ത് അവന്റെ മുഖത്തേക്ക് ഒഴിക്കുമ്പോൾ അവർ നല്ലതുപോലെ പൊള്ളിയിട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി അങ്ങ് ഓടുകയാണ്. എന്നിട്ടാണ് നമ്മുടെ സാമിനെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് അല്ല നീ എന്ത് വെള്ളം ഒഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇത് വെളുത്തുള്ളി വെള്ളമാണെന്ന് ഇങ്ങനെ പറയുന്നതും ഇപ്പൊ ഇതെല്ലാം കണ്ട ഗ്രേസ് ആണെങ്കിൽ വെളിയിലേക്ക് പോകാൻ നിൽക്കാണ്. കാരണം അവളുടെ ഭർത്താവിനെ അവൾ വെളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ ആനി അവളെ തടയും. അപ്പൊ ഗ്രേസ് പറയില്ലല്ലോ എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ ഇല്ല നീ എന്തായാലും വെളിയിലേക്ക് പോകാൻ പാടില്ല, എന്തായാലും ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് വെളിയിലുള്ളവരെല്ലാവരും വാമ്പയർമാരാണ്, ഞാൻ കേട്ട കഥകൾ വെച്ച് അവരെ കൊല്ലാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണെന്നും പറഞ്ഞിട്ട് വെളുത്തുള്ളി അതേപോലെ തന്നെ ഈ തടി കണ്ടല്ലോ അത് വെച്ച് വാമ്പയറിന്റെ നെഞ്ചിൽ കുത്തിക്കഴിഞ്ഞാൽ അതില്ലാണ്ടാവും. അങ്ങനെ ആ ഒരു തടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെക്കാനായിട്ട് പറയും. എന്നിട്ടാണ് ആനി പറയുന്നത് വാമ്പയർമാര് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്, കാരണം അവരുടെ ശരീരത്തിനുള്ളിൽ ശപിക്കപ്പെട്ട ആത്മാവായിരിക്കും, അവർക്കൊരിക്കലും സ്വർഗത്തിൽ ഇടം ഉണ്ടാവത്തില്ല, അതുകൊണ്ട് തന്നെ അവരുടെ ശാപം ഭൂമിയിൽ അവർ ജീവിക്കുക എന്നുള്ളതാണ്, സൂര്യപ്രകാശം കാണാൻ കഴിയാതെ. അതും കൂടാതെ ഇവരെല്ലാവരും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും, അതിന്റെ നേതാവിന് വേദനിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അതേപോലെ തന്നെ വേദന ഉണ്ടാവും. അപ്പൊ സ്മോക്ക് ചോദിക്കും പക്ഷെ ഇന്ന് രാത്രി മാത്രം എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ സാമു പറയും അത് ഞാൻ കാരണമാണ്, കാരണം ആ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു എന്റെ സംഗീതം പിശാചിനെ കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അവർ കമ്പെടുത്ത് സ്മോക്കിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ സ്മോക്ക് ചോദിക്കുന്നുണ്ട് അത് ഇനിയിപ്പോ അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമില്ല, അവരുടെ ആത്മാവിനെ അവരുടെ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്, ഇതല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ സ്മോക്ക് പറയും ശരിയാനി നിന്നെ എന്തായാലും സേഫായിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കിച്ചന്റെ ഭാഗത്ത് ആരോ ഒരാളിങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. അപ്പൊ ഇവരൊന്ന് നോക്കുമ്പോഴത്തേക്കും ഏയ് ഇവനാരാ കടിച്ചത് അറിയത്തില്ല എന്നും പറഞ്ഞ് ഓക്കെ എന്തായാലും ഇവന്റെ ശരീരം ഇവിടെ ഇടണ്ട എന്നും പറഞ്ഞിട്ട് അവന്റെ ശരീരവും ഇവർ തൂക്കിയെടുത്ത് വെളിയിലേക്ക് കൊണ്ടിങ്ങനെ ഇടുകയാണ്. അങ്ങനെ വെളിയിൽ കൊണ്ടിട്ടിട്ട് ഇവര് ഉള്ളിലേക്ക് പോയാണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അതിന് വെളിയിലായിട്ട് ഈ ഒരു വാമ്പയർമാർ ഒരുപാടെണ്ണം ഉണ്ട്. കാരണം ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയ ഒരാളുകളുണ്ടല്ലോ അവര് എല്ലാവരെയും ഇവർ കടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും വാമ്പയറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട്, കാരണം അതിലെ ആ ഒരു പ്രധാന വാമ്പയർ ഉണ്ടല്ലോ നേതാവായിട്ടുള്ള അതിന് ഈ ഒരു പാട്ട് ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർ നല്ലതുപോലെ തന്നെ അവിടെ ഡാൻസ് എല്ലാം പാടി നൃത്തമെല്ലാം ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട് ഇവര് രണ്ടുപേരും അകത്തേക്ക് കയറിയിട്ട് ഇപ്പോൾ നമ്മുടെ ആനി എല്ലാവരുടെയും കയ്യിലേക്ക് വെളുത്തുള്ളി ഇങ്ങനെ കൊടുക്കാണ്. ഇതെല്ലാവരും കഴിക്കാൻ പറയും, കാരണം ആ ഒരു വാമ്പയറിനെ നമ്മുടെ ഉള്ളിൽ നിന്നും കുറച്ച് മാറ്റി നിർത്തും എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോരുത്തരായിട്ട് ആ ഒരു വെളുത്തുള്ളി ഇങ്ങനെ കഴിക്കും. അങ്ങനെ എല്ലാവരും കഴിച്ച് അവസാനം പെർലൈൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവൾക്കാണെങ്കിലോ ഇതിന്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല എന്ന് പറയുന്നതും സ്മോക്ക് ആ ഒരു തോക്കെടുത്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുമെന്നും പറഞ്ഞ് തോക്ക് കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അവൾ പേടിച്ചും കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സ്ലിം എന്ന് പറഞ്ഞ അവന്റെ കയ്യിൽ ആ ഒരു വെളുത്തുള്ളി കൊടുത്ത് അവൻ അത് കഴിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് എന്തോ ഒരു പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കി ശരീരമെല്ലാം ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ഓഹോ ഇവനും ഇനി വാമ്പയർ ആണോ എന്നും പറഞ്ഞ് ഇവർ പേടിച്ച് തോക്ക് കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് കുറച്ച് കഴിഞ്ഞിട്ട് സ്ലിം പറയുന്നത് ഇല്ലില്ല എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം ഞാൻ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ ഒരു വെളുത്തുള്ളി ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്കത് പിടിക്കുന്നില്ല ശരീരത്തിൽ, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ഇവരൊരുത്തനെ കൊണ്ടിട്ടല്ലോ, സത്യത്തിൽ അവനെ വാമ്പയർ കടിച്ചതൊന്നുമല്ല, അവൻ അല്ലാണ്ട് ഇങ്ങോട്ട് മുറിവ് പറ്റിയതാണ്.
അവനിപ്പോ എഴുന്നേറ്റിട്ട് ഈ ഒരു ഡോറിൽ വന്നിങ്ങനെ തട്ടും. സ്മോക്ക് ഡോർ തുറക്ക് എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇവര് വിചാരിക്കും അവൻ വാമ്പയറാണെന്ന് പറഞ്ഞ് തുറക്കാതിരിക്കുമ്പോ വെളിയിൽ ആ ഒരു വാമ്പയർ ഉണ്ടല്ലോ, കോൺബെഡ് എന്ന് പറഞ്ഞിട്ട്, അവൻ പതിയെ ഇവനെ കടിക്കാനായിട്ട് വന്ന് ഇവര് ഡോർ തുറക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പാവം വാമ്പയർ അല്ലാത്ത അവനെ ഇപ്പൊ അവൻ കടിച്ച് ഒരു വാമ്പയർ ആക്കാണ്. അങ്ങനെ ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ഗ്രേസിന്റെ ഭർത്താവ് ബോ, അതേപോലെ തന്നെ ആ ഒരു വാമ്പയറിന്റെ നേതാവ്, ഇവര് രണ്ടുപേരും ഡോറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ ഇവരോട് സംസാരിക്കും. ഇപ്പൊ ബോ ആണെങ്കിൽ ഗ്രേസിനോട് പറയും, ഗ്രേസ് ബാ വെളിയിലേക്ക് വാ, നമുക്ക് എന്തായാലും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ജീവിതം ജീവിക്കാന്നെല്ലാം പറഞ്ഞിട്ട് അവളെ മയക്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവള് വരത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു നേതാവായിട്ടുള്ള വാമ്പയർ ഇപ്പോ ഗ്രേസിനോട് പറയും, നീ ഇപ്പൊ ഞങ്ങളോടൊപ്പം വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളെയും കൊല്ലുന്നതിനോടൊപ്പം നിന്റെ മകളെയും ഞങ്ങൾ ആ ഒരു ഷോപ്പിൽ പോയി കൊല്ലുമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഗ്രേസിന് അത് സഹിക്കാൻ കഴിയത്തില്ല. അവൾ വെളിയിലേക്ക് പോകാൻ വരുമ്പോൾ ബാക്കി എല്ലാവരും അവളെ തടയാണ്. കാരണം ഇവരെ എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റി ഇവരുടെ അനുവാദം ചോദിച്ചു മാത്രമേ ഉള്ളിലേക്ക് കയറാനും കഴിയത്തുള്ളൂ, ഇവരെന്തെങ്കിലും ചെയ്യാനും കഴിയത്തുള്ളൂ. അങ്ങനെ ആ ഒരു രീതിയിൽ ഗ്രേസിനോട് ചൈനീസ് ഭാഷയിൽ തന്നെ ആ ഒരു വാമ്പയർ സംസാരിക്കാൻ കാരണം ഗ്രേസിന്റെ ഭർത്താവായിട്ടുള്ള ബോ ആയിട്ട് അവൻ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവൻ അറിയാവുന്ന എല്ലാ കാര്യവും ഇവനും അറിയാം. അതുമല്ലാതെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്റ്റാക്ക് ഉണ്ടല്ലോ, അവനും മേരിയും ഇവിടേക്ക് വന്നിട്ട് നമ്മുടെ സ്മോക്കിനെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാക്ക് തന്റെ സഹോദരനായിട്ട് തന്നെ സ്മോക്കിന്റെ മനസ്സ് മാറിയവൻ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും കൂടി അവനെ പിടിച്ച് അകത്തേക്ക് കയറിയിട്ട് ഈ ഡോർ അങ്ങ് അടയ്ക്കാണ്. അങ്ങനെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസിന് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവൾക്ക് അവളുടെ മകളെ രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. സ്മോക്ക് നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല എനിക്ക് കുറച്ചു നേരം ഒന്ന് ആലോചിക്കാൻ സമയം വേണമെന്ന് പറയുമ്പോൾ ഗ്രേസ് പറയും, നിനക്ക് ആ ഒരു ടൗണിൽ വെച്ചിട്ട് നിന്റെ സാധനം മോഷ്ടിക്കാൻ വന്ന് രണ്ടുപേരെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഈ ഒരു ആലോചനയൊന്നും ഇല്ലായിരുന്നല്ലോ, ആ ഒരു സ്മോക്കിനെയാണ് എനിക്ക് വേണ്ടത് എന്നും പറഞ്ഞ് ഇവള് ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു ഡോർ തുറക്കാൻ പോവാണ്. പക്ഷെ ഇവരെല്ലാവരും കൂടി അവളെ തടഞ്ഞു നിർത്തുമ്പോഴത്തേക്കും വേറെ നിവർത്തിയില്ലാതെ സഖി കേട്ട അവസാനം ഗ്രേസ് അകത്തേക്ക് കയറി ഓട പട്ടികളെന്നും പറഞ്ഞിട്ട് അങ്ങനെ അലറി ഇവരെല്ലാവരും തെറി പറയുന്നതും ഇപ്പൊ അകത്തേക്ക് കയറിയിട്ടുള്ള അനുവാദം കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് ഇവരെല്ലാവരും അകത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നതും ആ ഒരു വാമ്പയർമാരെല്ലാം കൂടി ഓടി അകത്തേക്ക് കയറുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസ് ഒരു കുപ്പിയിൽ പെട്രോളെല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തൊരു ഒറ്റയേറ് അത് പൊട്ടിത്തെറിച്ച് ഈ ഒരു സ്ഥലം തീ പിടിക്കുന്നതും ഇപ്പൊ ഇതിനകത്ത് എല്ലാവരും ഫൈറ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഓരോരുത്തരായിട്ട് ആ ഒരു മൂർച്ചയുള്ള കമ്പ് വെച്ച് ഓരോ വാമ്പയറിന്റെ നെഞ്ചിലേക്ക് കുത്തി കൊല്ലുന്നുണ്ട്. അതേപോലെ തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് എന്തായാലും കഴിയത്തില്ല, താഴെ വീണാലും അവർ എഴുന്നേറ്റ് വരും. ഇവിടെ ഗ്രേസ് ആണെങ്കിൽ അവളുടെ ഭർത്താവിനെയും പിടിച്ച് രണ്ടുപേരും തീ പിടിച്ചിട്ട് അവളുടെ ഭർത്താവിന്റെ നെഞ്ചിലേക്ക് ആ ഒരു കമ്പ് തറച്ചു കയറി അവനെയും കൊന്ന്. അതേപോലെ തന്നെ ഗ്രേസും അവിടെ വെച്ച് തന്നെ കത്തി ചാമ്പലാവുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ആനി ഉണ്ടല്ലോ, അവളെ ഒരു വാമ്പയർ വന്ന് കടിക്കും. ഇപ്പൊ നമ്മുടെ സ്മോക്ക് അവൾക്ക് വാക്ക് കൊടുത്തതുപോലെ അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ട് ഏൽപ്പിക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഓടി അവളുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഹേയ് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, നീ എനിക്ക് വാക്ക് തന്നാണ് അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ആനി അവൻ ഇപ്പോൾ തന്നെ കൊല്ലണം. അങ്ങനെയാണെങ്കിൽ ഇവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഈ വാമ്പയർമാരായിട്ടുള്ള ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് സ്മോക്ക് ആ ഒരു കമ്പെടുത്ത് ആനയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ കുത്തുമ്പോഴത്തേക്കും മേരിയും സ്റ്റാക്കും അവരെ തടയാൻ വരുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ ആനി അങ്ങ് കൊല്ലും. അങ്ങനെ മേരിയെ സ്റ്റാക്ക് നേരെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവളോട് ഓടി അങ്ങ് പോവാൻ പറയും. അത് കഴിഞ്ഞപ്പോൾ അകത്ത് ബാക്കിയുള്ളത് സ്ലിം, സാം, സ്മോക്ക്, പെർലൈൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണ്, ഇത്ര പേരേ ഉള്ളൂ. അപ്പൊ ഇവരും കഴിയുന്ന രീതിയിൽ എല്ലാവരോടും ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പെർലൈൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ ഒരു വാമ്പയർ കടിച്ചങ്ങ് കൊല്ലും. അതുകൊണ്ട് അവള് സാമിനോട് പറയും, സാം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു പറഞ്ഞിട്ട് സാമിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അപ്പൊ സാം ആണെങ്കിൽ അവന്റെ ആ ഒരു ഗിത്താറും കൊണ്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ്. സ്ലിം എന്ന് പറഞ്ഞ അയാളാണെങ്കിലോ അയാളുടെ കൈ സ്വയം മുറിച്ച് ഈ ഒരു വാമ്പയർമാരെല്ലാം അയാളുടെ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അവസാനം അയാൾ മരണപ്പെട്ടു. ഇനി ഇപ്പോൾ നമ്മുടെ സ്റ്റാക്കും അതേപോലെ തന്നെ സ്മോക്കും ഇവര് രണ്ടുപേരും ഇതിന് മുകളിൽ കിടന്നിട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാണ്. സ്മോക്കിനാണെങ്കിൽ തന്റെ സഹോദരനായിട്ടുള്ള സ്റ്റാക്കിനെ കൊല്ലാനായിട്ട് കഴിയുന്നില്ല, ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അധികം നേരം പിടിച്ചെടുക്കാനായിട്ട് കഴിയുന്നില്ല. സ്റ്റാക്ക് ആണെങ്കിലോ സ്മോക്കിന്റെ കഴുത്തിൽ കടിച്ച് അവനെ ഒരു വാമ്പയറാക്കി മാറ്റാനായിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഉള്ളിൽ ഇവർ ഫൈറ്റ് ചെയ്തിട്ട് സ്റ്റാക്ക് സ്മോക്കിനെ അടിച്ച് ദൂരേക്ക് കളയുമ്പോഴത്തേക്കും സ്മോക്കിന് നല്ല ദേഷ്യം വന്ന് അവൻ അങ്ങനെ എഴുന്നേറ്റ് സ്റ്റാക്കിനെ നല്ലതുപോലെ തന്നെ ഇടിച്ച് നേരെ താഴേക്കിട്ട് ആ ഒരു കമ്പെടുത്തവന്റെ നെഞ്ചത്തേക്ക് കുത്താനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. പക്ഷേ സ്മോക്കിനെ കൊണ്ട് കഴിയുന്നില്ല. അതേസമയം വെളിയിൽ കാണിക്കുമ്പോൾ ഈ ഒരു വാമ്പയറിന്റെ നേതാവുണ്ടല്ലോ, അവനിപ്പോൾ നമ്മുടെ സാമിനെ പിടിച്ചു. എന്നിട്ട് സാമിനെ പിടിച്ച് ആ ഒരു വെള്ളത്തിലേക്കിട്ട് സാം നല്ലൊരു പാട്ടുകാരനായതുകൊണ്ട് തന്നെ നീയും എന്നോടൊപ്പം ഇനി വേണമെന്നും പറഞ്ഞിട്ട് സാമിനെ കൊല്ലാൻ വേണ്ടി അവന്റെ കഴുത്തിൽ പിടിച്ച് അവനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ വാമ്പയർമാരും അവരുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സാമിനെ 2-3 തവണ വെള്ളത്തിലേക്ക് മുക്കി മുകളിലേക്ക് എടുത്തിട്ട് അവനെ കടിക്കാനായിട്ട് വരുന്നതും സാം എന്താ ചെയ്യുന്ന വെച്ചാൽ കയ്യെത്തി ആ ഒരു ഗിത്താർ ഉണ്ടല്ലോ അതെടുത്ത് ഈ വാമ്പയറിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി, അതിലുള്ള ഒരു പ്ലേറ്റ്, സിൽവർ പ്ലേറ്റ് അതിന്റെ തലയിലേക്ക് തറച്ചു കയറുന്നതും
ഇവനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ വാമ്പയറിന്റെയും തല അതുപോലെ തന്നെ വേദന എടുക്കുന്നുണ്ട്. കാരണം ഇവരെ കൊന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും മരിക്കും. ആ ഒരു രീതിയാണ്. കാരണം ഇവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അത് ബാധിക്കും. അങ്ങനെ ആ ഒരു വാമ്പയർ ഈ ഒരു പ്ലേറ്റ് അവന്റെ തലയിൽ നിന്ന് ഇങ്ങനെ വലിച്ചൂരി അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സാമിനെ പിടിച്ചിട്ട് അവന്റെ കഴുത്തിൽ കടിക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് പുറകിലൂടെ ഒരു കമ്പ് തറച്ചം കയറുന്നതിന്റെ നെഞ്ചിലേക്ക് വേറെ ആരുമല്ല, നമ്മുടെ സ്മോക്കാണ്. അങ്ങനെ സ്മോക്ക് ആ ഒരു വാമ്പയറിനെ ഇങ്ങനെ കുത്തുന്നതും ഇപ്പൊ അവൻ മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ ആ ഒരു വെള്ളത്തിലിങ്ങനെ നിൽക്കല്ലേ. സ്മോക്ക് സാമിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതേസമയം തന്നെ ഇപ്പോൾ രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസമായി സൂര്യ ഉദിക്കുന്നു. അതുപോലെ സൂര്യനാണെങ്കിൽ ഇപ്പോൾ പതിയെ പതിയെ ഉദിക്കുന്നതും ആ ഒരു വെളിച്ചം കാരണം ഇവിടെയുള്ള വാമ്പയർമാരെല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സൂര്യപ്രകാശം നല്ലതുപോലെ തന്നെ അടിക്കുന്നത് കൊണ്ട് ഇവർക്ക് അധിക ദൂരം പോകാൻ കഴിയത്തില്ല. അതിനു മുന്നേ തന്നെ എല്ലാവരുടെ ശരീരം തീ പിടിച്ച് അവരെല്ലാവരും മരണപ്പെടുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു അവസാനം ഈ ഒരു പ്രധാനപ്പെട്ട വാമ്പയർ ഉണ്ടല്ലോ, അവനായാലും അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു സൂര്യപ്രകാശം ഇപ്പോൾ നല്ലതുപോലെ തന്നെ അടിച്ചിട്ട് അവന്റെ ശരീരവും പതിയെ പതിയെ കത്താണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും അവന്റെ ശരീരം കത്തിപ്പിടിച്ച ആ ഒരു ആത്മാവ് പതിയെ മുകളിലേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ സാമും സ്മോക്കും മാത്രമേ ഉള്ളവിടെ. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാനായിട്ട് വരുന്നതിന് മുന്നേ സ്മോക്ക് അവിടെയുള്ള ആ ഒരു വണ്ടിയിൽ നിന്നും വലിയൊരു പെട്ടി താഴെ ഇറക്കാനായിട്ട് സാമിന്റെ സഹായം ചോദിക്കും. അപ്പോൾ സാമായാലും അവനെ സഹായിച്ച ആ ഒരു പെട്ടി താഴേക്ക് വെച്ച് ഇപ്പോൾ സ്മോക്ക് അവനോട് പറയും ഞങ്ങളുടെ ആ ഒരു വണ്ടി എടുത്തിട്ട് നീ ഇവിടെ നിന്നും പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞ് സാമിനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അപ്പോൾ സാം ആ ഒരു വണ്ടി എടുത്തിട്ട് പോകുന്ന സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്. അത് കഴിഞ്ഞിപ്പോൾ സ്മോക്ക് ആണെങ്കിലോ ആ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നിറയെ തോക്കാണിരിക്കുന്നത്. ആ ഒരു തോക്കും വെച്ച് സ്മോക്ക് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. കാരണം അവൻ എന്തോ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്, ഇവിടേക്ക് ആരോ വരുന്നത് പോലെ. അങ്ങനെ അവൻ കുറേ നേരം അവന്റെ സുഹൃത്തുക്കളും അവന് വേണ്ടപ്പെട്ട എല്ലാവരും മരണപ്പെട്ടല്ലോ, ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നത്. കുറെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ ഒരു സ്ഥലം വിറ്റ ആ ഒരാൾ അയാളുടെ സുഹൃത്തുക്കളെയും കൊണ്ട് നേരെ ഇവിടേക്ക് വരികയാണ്. അങ്ങനെ ഇവിടേക്ക് വണ്ടിയിൽ വന്ന് ഇറങ്ങിയ അയാൾ പറയുന്നുണ്ട് ഗ്രാൻഡ് ആയിട്ടുള്ള ഓപ്പണിംഗ്, അതേപോലെ തന്നെ ഗ്രാൻഡ് ആയിട്ടുള്ള ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം അയാൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ അയാൾ ആ ഒരു സുഹൃത്തുക്കളെയും കൊണ്ട് നേരെ ഇത് തുറന്ന് അകത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നതും പെട്ടെന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് താഴെ വീഴാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്മോക്ക് അവിടെ നിന്നും ഓരോരുത്തരായിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. കാരണം ഇവർ ആദ്യമേ തന്നെ പറഞ്ഞു ഈ ഒരു സ്ഥലം ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലേ ഇതിനകത്തേക്ക് നിങ്ങളുടെ ഒരാളുകളും വന്നു പോകരുത്, വന്നു കഴിഞ്ഞാൽ കൊല്ലുമെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഷൂട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ രണ്ടുപേരും ഒരു വണ്ടിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒരു ബോംബ് എടുത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കും, അതും പൊട്ടിത്തെറിച്ചു. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു ബുള്ളറ്റ് നമ്മുടെ സ്മോക്കിന്റെ വയറിൽ കൊള്ളുന്നുണ്ട്. എന്നിരുന്നാലും സ്മോക്ക് ബാക്കിയുള്ള എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊന്ന് അവസാനം ഇതിന്റെ ആ ഒരു ഓണർ ഉണ്ടല്ലോ അവരെ ഷൂട്ട് ചെയ്ത് താഴെ കിട്ടിട്ടാണ് ഈ പാനിയെ പറ്റിയും അതേപോലെ തന്നെ അവളുടെ ആദ്യത്തെ കുഞ്ഞ് മരിച്ചല്ലോ ആ ഒരു കുഞ്ഞിനെ പറ്റി അവനിങ്ങനെ ആലോചിക്കുന്നത്. സ്മോക്ക് അവിടെ വെച്ച് മരിക്കുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷെ അവിടെ വെച്ച് ഈ ഒരു ഭാഗം അവസാനിക്കുകയാണ്. അതേസമയം നമ്മുടെ സാം ആണെങ്കിലോ ഇവർ കൊടുത്ത ആ ഒരു വണ്ടിയും കൊണ്ട് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് തന്നെ വെളിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ സാം ഒരുപാട് വയസ്സായി. എന്നിരുന്നാലും അവൻ ഇപ്പോഴും ആ ഒരു പാട്ടെല്ലാം പാടി ഒരുപാട് ക്ലബ്ബുകളിലെല്ലാം നല്ലതുപോലെ ഷോ എല്ലാം നടത്തിയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാം ഒരു ബാറിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ഒരാൾ വന്നിട്ട് നിങ്ങളെ കണ്ടിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് ചോദിക്കുമ്പോൾ ഹേയ് കുഴപ്പമില്ല അകത്തേക്ക് കയറ്റി വരാൻ പറയുന്നത്. അകത്തേക്ക് കയറി വരുന്നത് വേറെ ആരുമല്ല സ്റ്റാക്കും മേരിയും. കാരണം ഇവർ രണ്ടുപേരും എങ്ങനെ രക്ഷപ്പെട്ടു? അവരിപ്പോഴും വാമ്പയർമാർ തന്നെയാണ്, അതുകൊണ്ടാണ് അവർ ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പൊ ഇവർ രണ്ടുപേരും എങ്ങനെ രക്ഷപ്പെട്ടെന്നറില്ലേ? അതിൽ നമ്മുടെ ആനി മരിക്കുന്ന സമയത്ത് സ്റ്റാക്ക് മേരിയെ വെളിയിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു, അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാക്കിനെ ഒരിക്കലും സ്മോക്ക് ആ ഒരു കമ്പ് കൊണ്ട് കുത്തി കൊന്നില്ല. ഇനി ഒരിക്കലും സാമിന്റെ പുറകെ പോകരുത്, അവനിൽ നിന്ന് വിട്ടു ജീവിക്കണം എന്നുള്ള ആ ഒരു വാക്ക് കൊടുത്തിട്ടാണ് സ്റ്റാക്കിനെ സ്മോക്ക് വെറുതെ വിട്ടത്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടത്. എന്നിട്ട് അവസാനം വീണ്ടും നമ്മുടെ സാമിന്റെ അടുത്തേക്ക് വന്ന് ആ ഒരു പഴയ കാര്യങ്ങളെ പറ്റിയെല്ലാം സംസാരിച്ച് നമ്മുടെ സ്റ്റാക്ക് ഈ ഒരു മൂവിയുടെ തുടക്കത്തില് സാമിനെ വിളിച്ച് ആ ഒരു വണ്ടിയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവനൊരു പാട്ട് പാടി കൊടുക്കുമായിരുന്നല്ലോ, ആ ഒരു സെയിം പാട്ട് വീണ്ടും സാം ഇവർക്ക് ഇങ്ങനെ പാടിക്കൊടുക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്റ്റാക്ക് സാമിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് വരുമ്പോഴത്തേക്കും സാം അവരോട് പറയുന്നുണ്ട് ഹേയ് നിങ്ങൾക്കറിയോ ആഴ്ചയിൽ 1-2 ദിവസം ഒരു ക്ഷീണമില്ലാതെ ഞാൻ എഴുന്നേൽക്കാറുണ്ട്, അതുപോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ അതായിരിക്കും എൻ്റെ അന്നത്തെ നല്ലൊരു രാത്രി. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാക്ക് പറയും എനിക്കും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഞാൻ 2 ദിവസം മുന്നെയാണ് എൻ്റെ സഹോദരനെ കണ്ടത്, അതുപോലെ അവനോടൊപ്പം തന്നെ ഞാൻ സൂര്യാസ്തമയവും നല്ലതുപോലെ കണ്ടിരുന്നു, അതും കുറച്ച് മണിക്കൂറുകൾ മാത്രം, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്വതന്ത്രരാണ് എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.